ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കണ്ട പച്ചമുളക് തൈ ഒരുപാടുണ്ട്. പക്ഷേ എങ്കിൽ എല്ലാം തൈ നല്ല കുരുട പിടിച്ച പോലെ ആയിട്ട്, ഈ ചൂട് കൊണ്ടാണെന്നറിയില്ല, മുളകിനൊരു വളർച്ചയില്ലാതെ പോലെ. പക്ഷേ നല്ല എരിവൊക്കെ ഉണ്ട്. ഞാൻ പച്ചമുളകെല്ലാം മൂത്തതെല്ലാം നോക്കി പറിച്ചെടുക്കല. നമുക്കിപ്പോൾ വീട്ടിലൊരു പച്ചമുളക് ഒരു 2 തൈ മതി ഉണ്ടെങ്കിൽ അത്യാവശ്യം വേണ്ട പച്ചമുളകെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ. പിന്നെ ഇതാ ചോറിന് വെള്ളം വെച്ചതാണ്. ചോറ് വെക്കണം, കറി സാമ്പാർ രാവിലത്തെ ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഓരോ ഓലനാങ്ങാനാണ് വെക്കേണ്ടത്. അതിനുവേണ്ടി ഇതാ മത്തൻ കുമ്പളങ്ങ കിട്ടിയിട്ടുണ്ട്. അതെടുത്തിട്ട് ഓലം വെക്കാമെന്ന് വെച്ച് നല്ല മത്തൻ കുമ്പളങ്ങ അതെടുത്ത് കഴുകി വൃത്തിയാക്കി മുറിച്ചിടലാണ്. ഞാനത് അതും പയറും കൂടി ഓലം വെച്ചാൽ, മത്തൻ കുമ്പളങ്ങയും പയറും ഓലം വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അത് വെക്കാൻ വേണ്ടിയിട്ടാണ് മുറിച്ചിട്ടിട്ടുള്ളത്. പയറും പച്ചപ്പയറും പിന്നെ മുളകും കീറിയിട്ടിട്ട് പ്രേമാട്ടൻ ഡയാലിസിന് പോകാൻ ഒരുങ്ങിയിട്ടാണ് ഉള്ളത്. ഇത് ചോറ്, ഉച്ചക്കത്തെ ചോറും ഓലനും സാമ്പാറും കൂട്ടി ചോറെല്ലാം കഴിച്ചു. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ താമസിക്കുന്ന വീട്. പിന്നെ ഒറ്റ റൂമും ഒരു ബെഡ്റൂം, അതിൽ അറ്റാച്ച് ബാത്റൂം എല്ലാം ആയിട്ടാണ്. ബെഡ്റൂം, എൻ്റെ പണി തീരാതെ വീട്. ഇത് വരാന്ത, സെൻട്രാളെ നമ്മളെ തുണിയും കാര്യങ്ങളെല്ലാം ഇവിടെ വാരി വലിച്ചിട്ടിട്ടുണ്ട്. അത് മൊത്തം ഇതാ നമ്മളെ ഗോഡൗണാണ്. ഒരു ഭാഗത്ത് തുണി ഗോഡൗണും ഒരു ഭാഗത്ത് പണിയെടുത്ത് തീരാത്ത സാധനങ്ങളും എല്ലാം ആയിട്ടാണ്. താഴോട്ട് വായേ, നോക്കണേ. പിന്നെ ഇതൊരു ബെഡ്റൂമാണ്. ഇത് അടുക്കള. പിന്നെ അടുക്കളക്ക് ശേഷം അപ്പുറത്തേക്കൊരു റൂം വരുന്നുണ്ട്. അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആ റൂം വർക്ക് ഏരിയയിലാണ് ചിമ്മിണി വരുന്നത്. കോമൺ ബാത്റൂം. ഇത്രയുള്ള ചെറിയൊരു വീടാണ് നമുക്ക് എടുക്കാൻ പോകുന്നത്. പണി എപ്പോൾ പൂർത്തിയാവും എന്നുള്ളത് അറിയില്ല. വെയിലിന് കളിക്കല്ല. അലക്കി എടുത്തു കൊണ്ടച്ചിട്ടുള്ള തുണിയാണ്. വൈകുന്നേരം മഴയായിട്ട് പെട്ടെന്ന് ഇന്നലെ എടുത്തു കൊണ്ടച്ചതാ. ഈ സമയം വരെ ആയിട്ട് അത് മടക്കി പെറുക്കി വെച്ചിട്ടില്ല. ഇപ്പം മടക്കി പെറുക്കി വെക്കണം. അതും കഴിഞ്ഞ് ഇവിടെ നല്ല ചൂടിന് നല്ല ശമനാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെയാണ് ഇനി ഉച്ചവിശ്രമെല്ലാം ഇടിയാന്നേ. നല്ല സുഖമാണ് ഈ റൂമിൻ്റെ അകത്ത് ഇരിക്കാനല്ല. ഏട്ടനെ വിളിച്ച. പിന്നെ മൂത്താളില്ല, നമ്മൾ 3 ആൾ. പിന്നെ അമ്മയില്ല, ഏട്ടനും പുറത്ത് പോയിട്ടാണ് ഉള്ളത്. അമ്മ പണിക്ക് പോയിനി. പിന്നെ പ്രേമാട്ടൻ ഡയാലിസിന് പോയിട്ടുണ്ട്. മൂത്തവൻ ക്യാമ്പിന് പോയിട്ട് ഓനെ വീട്ടിൽ നിൽക്കുന്നത് നല്ല പ്രയാസമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുന്നേയും ക്യാമ്പിന് പോയിട്ടുണ്ടോ. ഓനാണ് എൻ്റെ എല്ലാം. എന്താണെന്ന് വെച്ചാൽ അങ്ങനെയല്ല, മൊത്തം എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം ആണ്. പക്ഷേ എങ്കിൽ ഓനെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയല്ല. നമ്മളെ ഒരു എൻ്റെ മോനെല്ലാം എന്താ പറയണ്ടേ, ഒരു പ്രായത്തിൽ കവിഞ്ഞ പക്വതയുണ്ട്. എല്ലാ കാര്യത്തിനും അവൻ എൻ്റെ കൂടെ ഉള്ളതാണ്. അപ്പോൾ ഓനെ പിരിഞ്ഞ് പിന്നെ ഇവരും കൂടി ഇവിടെ ഉള്ളത് കൊണ്ട് അത്ര ഫീലിംഗ് ഇല്ല. എന്നാലും എപ്പം വിളിക്കലുണ്ട്. ഓൻ പിന്നെ അവിടെ കളിയും ചിരിയെല്ലാം ആയിട്ട് അതിൻ്റെതായ ഇല ഉള്ളത്. പിന്നെ ഒരു എന്താ പറയണ്ടേ, ഓൻ്റെ ഒരു മിസ്സിങ് ഇടവലിങ്ങനെ ആയിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞാൽ വരും. ശനിയാഴ്ച വന്നിട്ട് 16-ാം തീയതി ആദ്യം പോകണം. ഇപ്പം ശനിയാഴ്ച അവൻ വരും. ക്യാമ്പും കഴിഞ്ഞ് ശനിയാഴ്ച വരുക. ശനിയാഴ്ച വൈകുന്നേരം പോയി കൂട്ടും. അപ്പോൾ ബെല്ലിയാട്ടനില്ലാതെ ഇവനും എല്ലാം ഭയങ്കര പ്രയാസമാണ്. ഇവർക്കെല്ലാം എന്ത് കാര്യത്തിനും അനക്ക് ശരിക്കും ഇവരെ നല്ലോണം കെയർ ചെയ്യും. എവിടെ പോയി കഴിഞ്ഞാൽ ഇവരെ നല്ലോണം നോക്കുന്നത് ഓനാണ്. പിന്നെ ഇവരെ രണ്ടാളെയും നല്ലോണം നോക്കാനോ, ഞാൻ എന്തെങ്കിലും തിരക്കിലാണെങ്കിൽ ഇവരെ നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓനാ നോക്കുകയും ചെയ്യാം. പിന്നെ ഇവർക്കെല്ലാം അടി കൂടുതലാണ്. ഏട്ടനില്ലാതുകൊണ്ട് അടിയെല്ലാം കുറച്ച് കൂടുതലാണ്. ഏട്ടനുണ്ടെങ്കിൽ അതിൻ്റെ നടുക്ക് എനിക്ക് നല്ല പനിയും വന്നേ. ചൂട് കൊണ്ടാന്നറിയില്ല, എപ്പം പകല് നല്ല ചൂടും വൈകുന്നേരം ആകുമ്പോൾ മഴയും വൈകുന്നേരം ആകുമ്പോൾ നല്ല മഴയും അതെല്ലാം കൊണ്ട് പിന്നെ ഭയങ്കര പിന്നെ എന്താ പറയണ്ടേ, കാലാവസ്ഥേൻ്റെ ഇതാണെന്നറിയില്ല. എനിക്ക് നല്ല തണുപ്പ് പിടിച്ച് പനിയെല്ലാം വന്നിന്. പിന്നെ സൗണ്ടെല്ലാം അടഞ്ഞിട്ടാവുള്ള ചുമ വിട്ടു പോകുന്നില്ല. പിന്നെ നമ്മളെ വീഡിയോ
സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. പിന്നെ നിങ്ങൾ ചെറുതും വലുതുമായ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. കമൻറ്റുകൾ ഇടുമ്പോൾ നമുക്ക് ഒരുപാട് പ്രചോദനമാകും പിന്നെയും വീഡിയോ ചെയ്യാനുള്ള. പിന്നെ ഒരു യൂട്യൂബ് വീഡിയോ തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രേമാട്ടൻ തുടങ്ങി വെച്ച്, അതിന് ശേഷം പ്രേമാട്ടന് നിരന്തരം വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല. പിന്നെ ഞാനതങ്ങ് ഏറ്റെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ കുറേ അപാകതകളെല്ലാം എൻ്റെ ഉണ്ടെങ്കിലും അതെല്ലാം നിങ്ങൾ ക്ഷമിച്ച് അതിനെ കമൻ്റായിട്ടും പിന്നെ സബ്സ്ക്രൈബായിട്ടെല്ലാം ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള ചെറിയ വീഡിയോ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ ബൈ.